നമ്മളിപ്പോൾ കുറേ ഫോട്ടോ ഉപയോഗിച്ചിട്ട് അതിന് നല്ല അടിപൊളി എഫക്റ്റ് ഒക്കെ കൊടുത്ത് അനിമേഷൻ ഒക്കെ കൊടുത്ത് സ്റ്റാറ്റസ് ഒക്കെ വെക്കും. അതിൽ ടെക്സ്റ്റും മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്താൽ എന്ത് രസം ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ പല ആപ്ലിക്കേഷനും ഉപയോഗിക്കലുണ്ട്. ഇന്ന് നമുക്ക് സിംഗിൾ ക്ലിക്കിൽ, അതായത് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നമുക്ക് പല എഫക്റ്റുകളും അനിമേഷനുകളും ഒക്കെ ചെയ്തു തരുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. മോശം എന്നാട്ടോ ഇതിൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിലെന്തൊക്കെയാണ് ചെയ്യുക, വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക, അഭിപ്രായം അറിയിക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്റർഫേസ് വരിക. ഇത് തീരെ ചെറിയ സാധനമൊന്നല്ല കേട്ടോ, കുറച്ച് MB സൈസ് ഉണ്ട്, 100 MB ഉണ്ട് ഇത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിലിപ്പോൾ ഓപ്പൺ ചെയ്താൽ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം, മേലെ മേക്ക് മോശം ഒന്നും കാണാം. ഇതിലേതെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനൊരു 2-3 ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെലക്ട് ചെയ്തിട്ട് മേലെ ആഡ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മ്യൂസിക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ, അതെനിക്ക് കോപ്പിറൈറ്റ് വരും. അത് മ്യൂട്ട് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോട്ടോസ് അനിമേഷനോട് കൂടി വന്ന് കാണാം. ഇനി ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ ഒരുപാട് അനിമേഷനുകൾ ഇഷ്ടമുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ എഫക്റ്റ്, ആ അനിമേഷൻ അതിൽ ആഡ് ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനിമേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടംപോലെ ഉണ്ട് ഇത്. നമുക്ക് ആവശ്യമുള്ള അനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് വെച്ചാൽ നമ്മളിപ്പം പല ഫോട്ടോ ആണെങ്കിലും ഓരോ ഫോട്ടോക്കും ഓരോ ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ഫോട്ടോൻ്റെ നേരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഞാൻ ആഡ് ചെയ്യാം. ഞാൻ അവിടെ BTS എൻ്റർ ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് അതവിടെ ആഡ് ആവും. അതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെയുള്ള മ്യൂസിക്, നമ്മളെ ഗാലറിയിലുള്ള അടിപൊളി പാട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മ്യൂസിക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് പാട്ടും സെലക്ട് ചെയ്ത് ഇതിനിട്ട് കൊടുക്കാം. ഓൾറെഡി ഒരു പാട്ട് ഇതിലുണ്ട്, ഏത് സെലക്ട് ചെയ്താലും അതിൽ ആഡ് ആവും. വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും, അതാ അത് കേൾപ്പിക്കാത്തത്. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് ബട്ടൺ സേവ് കൊടുക്കുക. സേവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിലൊരു ഇവരൊരു ലോഗോ, മോശം എന്നുള്ളൊരു ലോഗോ കാണാം. അത് റിമൂവ് ചെയ്യണമെങ്കിൽ, അതില്ലാണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പെയ്ഡ് വെർഷൻ എടുക്കണം. ഫ്രീ വെർഷനിൽ ലോഗോ ഉണ്ടാവും. നമുക്ക് തൽക്കാലം ഫ്രീ വെർഷൻ മതി. പെയ്ഡ് വെർഷൻ വേണ്ടോലേക്ക് പെയ്ഡ് എടുക്കാം. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് സേവ് ആകുന്ന ചെറിയൊരു ടൈം വെയിറ്റ് ചെയ്യുക. നമ്മളെ ഗാലറിയിൽ അത് സേവ് ആയിക്കോളും. അടിപൊളിയാണ്. ഒരാശംസയ്ക്ക്, സ്റ്റാറ്റസിനും ഒക്കെ സൂപ്പറായിട്ട് നമുക്കിതിൽ 1 ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.